ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. എല്ലാവർക്കും രാജേഷ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിലെ ഡെഫിനിഷൻസ്, തിയറംസ് ഒക്കെ നമ്മൾ കുറച്ചൊക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് വേറെ ഒരു തിയറാണ് പഠിക്കാൻ പോണത്, ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. പ്രധാനപ്പെട്ട ഒരു തിയറം തന്നെയാണ്. നമ്മൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ലെറ്റ് ഐ ഈക്വൽസ് ക്ലോസ്ഡ് ഇന്റർവൽ എ കൊമ ബി ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ if f of a less than 0 less than f of b or if f of a greater than 0 greater than f of b, then there exists a number c belongs to open interval a comma b such that f of c equals 0. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഇവിടെ ഐ എന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ എ ബി ആണ്. എഫ് എന്നത് ഐയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കൂടാതെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത, എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി, അല്ലെങ്കിൽ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു സി കാണാം. സച്ച് ദാറ്റ് എങ്ങനെയെന്നാൽ എഫ് ഓഫ് സി ഈക്വൽസ് 0. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇവിടെ നമ്മളിപ്പോൾ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ കൊമ ബി വരയ്ക്കാൻ പോകണം. ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കൊമ ബി. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണ്. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ കൊമ ബി. ഐ എന്ന് പേര് കൊടുക്കാം. ഇതിൻ്റെ പേര് ഐ എന്നാണ്. ഐ എന്ന് പേര് കൊടുക്കാം. കൂടാതെ എഫ് എന്നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്. എഫ് എന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ഹോൾഡ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു കേസ് ഹോൾഡ് ചെയ്യും. നമുക്ക് ആദ്യം ഈ കേസ് നോക്കാം. എഫ് ഓഫ് എ ലെസ് ദാൻ 0. എഫ് ഓഫ് എ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എയിലുള്ള ഫംഗ്ഷന്റെ ഇമേജ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് താഴെയാണ്. ഇതാണ് എക്സ് ആക്സ്, ഇത് വൈ ആക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും എയിലുള്ള ഇമേജ് 0ക്ക് താഴെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം, 0ക്ക് താഴെയാണ്. ബിയിലുള്ള ഇമേജ് 0ക്ക് മുകളിലാണ്. ബിയിലുള്ള ഇമേജ് 0ക്ക് മുകളിലാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മാർക്ക് ചെയ്യാം. ബിയിലുള്ള ഇമേജ് 0ക്ക് മുകളിലാണ്. കൂടാതെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്രേക്ക് വരില്ല. നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ തൽക്കാലം കണ്ടിന്യൂസ് എന്നാൽ ഒരു കർവ്, ബ്രേക്ക് ഇല്ലാത്തൊരു കർവ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വരയ്ക്കുകയാണ്. അതായത് നമ്മൾ വരയ്ക്കുന്ന ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ കർവിൻ്റെ ഒരു എൻഡ്, അതായത് ലെഫ്റ്റ് എൻഡ് നെഗറ്റീവും റൈറ്റ് എൻഡ് പോസിറ്റീവുമാണ്. ലെഫ്റ്റ് എൻഡ് നെഗറ്റീവും റൈറ്റ് എൻഡ് പോസിറ്റീവുമാണ്. ആ ഫംഗ്ഷൻ ബ്രേക്ക് വരാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫംഗ്ഷൻ ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ ആയിരിക്കും. അതായത് ഇങ്ങനെ ആയിരിക്കും മീൻസ് ഈ ഷേപ്പ് എന്നല്ല, എന്തായാലും എക്സ് ആക്സിസിലൂടെ കട്ട് ചെയ്ത് പോകും. ശരിയല്ലേ? കാരണം ഇടത് സൈഡ് ലെഫ്റ്റ് എൻഡ് നെഗറ്റീവും റൈറ്റ് എൻഡ് പോസിറ്റീവുമാണ്. ഫംഗ്ഷന് ബ്രേക്ക് ഇല്ല, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ഇന്റർവെലിനെ കട്ട് ചെയ്തിരിക്കും. ഞാൻ ആ പോയിന്റിനെ സി എന്ന് ഡിനോട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോൾ സി എന്ന് ഡിനോട്ട് ചെയ്യാണ്. ആ പോയിന്റ് കട്ട് ചെയ്ത് പോകുന്ന പോയിന്റിനെ സി എന്ന് ഡിനോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫ് ഓഫ് സി? ചിത്രത്തിൽ നോക്കി എഫ് ഓഫ് സി എന്താ? എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. ഇപ്പോൾ നോക്കൂ, സി ഇവിടെ ആണെങ്കിൽ എഫ് ഓഫ് സിന്റെ അർത്ഥം ഈ ഹൈറ്റ് എന്നാണ്. ഈ ഹൈറ്റ് ആണ് ഇപ്പോൾ എഫ് ഓഫ് സി വരിക. ഇനി സി ഇവിടെ ആണെങ്കിലോ, അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഈ ഉയരം അല്ലേ. ആയതിനാൽ ഇവിടെയാണ് സി എങ്കിൽ തീർച്ചയായിട്ടും എഫ് ഓഫ് സി എന്താ? 0. എഫ് ഓഫ് സി 0 ആണ്. മനസ്സിലായിട്ടുണ്ടോ? എഫ് ഓഫ് സി എന്നുള്ളത് 0 ആണ്. അതായത് എഫ് എന്ന ഫംഗ്ഷൻ ഈ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ കൊമ ബിന്റെ ഇടയിലെ ഏതോ ഒരു സിയിലൂടെ കട്ട് ചെയ്ത് പോകും എന്നാണ് തിയറം പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു സി കാണാം. ആ സീന്റെ പ്രത്യേകം എന്താ? ആ പോയിന്റിന്റെ പ്രത്യേകം എന്താ? ആ പോയിന്റിലൂടെ നമ്മൾ ഈ കർവ് കട്ട് ചെയ്ത് പോകും എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. മനസ്സിലായോ? മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 ആണെങ്കിൽ സി എഫ് എക്സിന്റെ റൂട്ട് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ? എക്സിന്റെ സ്ഥാനത്ത് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ നമ്മൾ സി എഫ് എക്സിന്റെ ഒരു റൂട്ടാണ് പറയും. ആ റൂട്ടിന്റെ ലൊക്കേഷൻ നമ്മളിവിടെ കണ്ടെത്തുകയാണ്. റൂട്ടിന്റെ ലൊക്കേഷൻ കണ്ടെത്തുകയാണ്. സിമ്പിളായിട്ട് പറയുമ്പോൾ ഈ ലെഫ്റ്റ് എൻഡ് നെഗറ്റീവും റൈറ്റ് എൻഡ് പോസിറ്റീവുമായ കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷൻ ഈ എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഏതോ ഒരു സിയിലൂടെ കട്ട് ചെയ്ത് പോയിരിക്കും. ആ സി കണ്ടെത്തണം. ആ സി റൂട്ടാണ്. ആ സീൻ്റെ ലൊക്കേഷൻ കണ്ടെത്തണം. അതാണ് നമ്മൾ തിയറത്തിൽ ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇനി നോക്കൂ, ഇവിടെ വേറൊരു കേസ് കൂടി ഉണ്ട്. എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആ ഫിഗർ ഇങ്ങനെ വരും.
നമുക്കിങ്ങനെ വരയ്ക്കാം. അതായത് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, എഫ് ഓഫ് ബി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ ഇങ്ങനെയാവാം, ഇങ്ങനെ ആയതുകൊണ്ടും പ്രശ്നമില്ല. അതായത് ലെഫ്റ്റ് എൻഡ് പോസിറ്റീവും റൈറ്റ് എൻഡ് നെഗറ്റീവും ഫംഗ്ഷനാണെങ്കിൽ ബ്രേക്കും ഇല്ല, കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിലും എൻ്റെയും ബിൻ്റെയും ഇടയിലൂടെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ സി എന്നുള്ളൊരു പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോയിരിക്കും. അല്ലെങ്കിൽ ആ പോയിന്റിലെ ഫംഗ്ഷൻ ഇമേജ് 0 ആയിരിക്കും, എഫ് ഓഫ് സി 0 ആയിരിക്കും. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു കേസ് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് തൽക്കാലം ഈ കേസിൽ പ്രൂവ് ചെയ്യാം. ഇതെങ്ങനെയാണോ പ്രൂവ് ചെയ്യുന്നത് അതുപോലെ ഇതിലും പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേസാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൂഫിലേക്ക് കിടക്കാം. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ നോക്കാം. തന്ന കാര്യങ്ങൾ നമുക്ക് ഐ എന്നുള്ള ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ഉണ്ട് അല്ലേ. നമുക്കത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇവിടെ ഞങ്ങൾ ചെറുതാക്കി വരയ്ക്കുകയാണ്, കാരണം നമുക്കിതിൽ ഉൾക്കൊള്ളണം. ഇത് എക്സ് ആക്സ് ആയിട്ട് എടുക്കാം, ഇത് വൈ ആക്സ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ പോവാം. നമുക്ക് ഐ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കമാ ബി ഇവിടെ വരയ്ക്കാം. ഇത് എ തൽക്കാലം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് ബി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കമാ ബി അല്ലേ. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഐ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കമാ ബി എന്നുള്ളത് ഐ ആണ്. ഞങ്ങളുടെ സൈഡിലായിട്ട് വരച്ചിട്ടുണ്ട്, നമുക്ക് വരയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി മൂലം നമ്മളിങ്ങനെ സൈഡാക്കി വരച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഐനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് വരയ്ക്കണം. അത് കണ്ടിന്യൂസ് ആണ്, ബ്രേക്ക് ഇല്ലാത്ത കർവാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ രണ്ട് കേസിലെ ഇത് വെച്ചിട്ട് പ്രൂവ് ചെയ്ത് പോവാം. ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ എയിലുള്ള ഇമേജ് നെഗറ്റീവും ബിയിലുള്ള ഇമേജ് പോസിറ്റീവാണ്. അപ്പോൾ എയിലുള്ള ഇമേജ് നമുക്ക് ഇവിടെ വരയ്ക്കാം. ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യണേ. അതേപോലെ ബിയിലുള്ള ഇമേജ് ഇവിടെ മാർക്ക് ചെയ്തു. ക്ലിയർ ആയോ? സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മുടെ കർവ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് എവിടെയും ബ്രേക്ക് വരാതെ ഇങ്ങനെ പാസ് ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലേ. എവിടെയും ബ്രേക്ക് വരാതെ ഇങ്ങനെ പാസ് ചെയ്ത് പോന്നിട്ടുണ്ടാവും. അത് എവിടെ കട്ട് ചെയ്യുന്നോ ആ പോയിന്റിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തുകയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കർവ് ബ്രേക്ക് വരാതെ വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ പൊസിഷനൊക്കെ കാണണം. അപ്പോൾ ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നില്ല, അങ്ങനെ കർവ് പോകുന്നുണ്ട്. ഈ എൻ്റെ ബിൻ്റെ ഇടയിലൂടെ ഏതോ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പോയിന്റ് നമുക്ക് കണ്ടെത്തണം. തൽക്കാലം പോകുന്നുണ്ട്, ഞാൻ വരയ്ക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു സി ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തിയറം സ്റ്റാർട്ട് ചെയ്യാം. തിയറം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിൻ്റെ പേരൊന്ന് മാറ്റാം. അതായത് എൻ്റെ പേര് നമുക്ക് A1 എന്നും ബിൻ്റെ പേര് നമുക്ക് B1 എന്നും കൊടുക്കാം. എൻ്റെ പേര് A1 എന്നും ബി എന്നുള്ള പോയിന്റ് B1 എന്ന് വിളിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും A1 B1 എന്നുള്ള ഇൻ്റർവെൽ അല്ലേ വരിക. അതിനെ ഐ എന്നായിരുന്നു, അതിനെ I1 എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് I1 ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. I1 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ A1, B1. I1 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ A1, B1. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് അതിനുള്ളിൽ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. I1 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ A1, B1. ഇവിടെ മുതൽ ഇതുവരെ. ഞാൻ ഇതിനൊപ്പം തന്നെ ഇതിൻ്റെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്ത് പോവാണ്. ലെങ്ത് ഓഫ് I1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ ലെങ്ത് കാണുക. B1 മൈനസ് A1 അതാണ് ലെങ്ത്. B1 മൈനസ് A1. നമുക്ക് B1 എന്ന് പറഞ്ഞാൽ B തന്നെയാണ്, A1 എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. അപ്പോൾ B മൈനസ് A എന്ന് എഴുതിയാൽ മതി. B മൈനസ് A ഇതാണ് I1ൻ്റെ ലെങ്ത്. ക്ലിയർ ആണല്ലോ? ഓരോ കാര്യങ്ങളും നമ്മൾ അപ്പം മാർക്ക് ചെയ്ത് പോവുക നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ. നമ്മളെ കർവ് നമ്മൾ തൽക്കാലം ഒരു റഫായിട്ട് ഇങ്ങനെ വരയ്ക്കുക വെച്ചപ്പോൾ ഏതിലൂടെ കട്ട് ചെയ്ത് പോകുന്നത് വരയ്ക്കേണ്ട, ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ അസംഷൻ എന്താണ്? കർവിൻ്റെ ലെഫ്റ്റ് എൻഡ് നെഗറ്റീവ് ഇവിടെ ഉണ്ട്, ഞാൻ വരച്ചിട്ടില്ലാന്ന് മാത്രം. ലെഫ്റ്റ് എൻഡ് നെഗറ്റീവാണ്, റൈറ്റ് എൻഡ് പോസിറ്റീവാണ്. അതായത് A1 എന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ മതി. A എന്ന് പറഞ്ഞാൽ A1 നമ്മൾ എടുത്തിട്ടുണ്ട്. A1ലുള്ള ഇമേജ് നെഗറ്റീവാണ്, B1ലുള്ള ഇമേജ് പോസിറ്റീവാണ്. നമുക്കത് എങ്ങനെ എഴുതുക വെച്ചാൽ എഫ് ഓഫ് A1 ലെസ് ദാൻ 0 ആണ്, എഫ് ഓഫ് B1 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ I1 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ A1, B1 എന്നുള്ള ഇൻ്റർവെൽ ഉണ്ട്. I1ൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ B1 മൈനസ് A1 ആണ്, അതായത് B മൈനസ് A ആണ്. പിന്നെ നമുക്ക് എഫ് ഓഫ് A1ലുള്ള ഫംഗ്ഷൻ ഇമേജ് നെഗറ്റീവും B1ലുള്ള ഫംഗ്ഷൻ ഇമേജ് പോസിറ്റീവ് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി ഞാനിവിടെ ചെയ്യാൻ പോണത് A1 B1 എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റ് കാണാൻ പോവാണ്. A1 B1 എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് ഞാൻ P1 എന്ന് മാർക്ക് ചെയ്യാണ്. P1 A1 B1 എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റിനെ P1 എന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ P1 എന്താണ് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. P1 എന്ന് പറഞ്ഞാൽ A1 പ്ലസ് B1/2 ആണ്. മിഡ് പോയിന്റ് അല്ലേ? A1 പ്ലസ് B1/2 ഇതാണ് മിഡ് പോയിന്റ്.
ഇപ്പോൾ P1 എന്ന് മാർക്ക് ചെയ്യാൻ പോകണം. P1 എന്ന് പറഞ്ഞാൽ A1 പ്ലസ് B1/2. ആക്ച്വലി നമുക്കറിയാം A1 എന്ന് പറഞ്ഞാൽ A ആണ്, B1 എന്ന് പറഞ്ഞാൽ B ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ A1 പ്ലസ് B1/2 എന്ന് പറഞ്ഞാൽ A പ്ലസ് B/2 എന്നാണ്. ഇവിടെ സൈഡിൽ ഷോർട്ടായിട്ട് എഴുതുന്നുണ്ടെന്ന് മാത്രം. A പ്ലസ് B/2 എന്നാണ് P1 എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ 3 പോസിബിലിറ്റി പറയാണ്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മളെ കർവിൻ്റെ ലെഫ്റ്റ് എൻഡ് നെഗറ്റീവും റൈറ്റ് എൻഡ് പോസിറ്റീവും കർവ് ബ്രേക്ക് ഇല്ലാത്തൊരു കർവ് ആയതുകൊണ്ട് ഈ കർവിൻ്റെ പാസ് ചെയ്യുന്നതിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നുകിൽ നമ്മളെ കർവ് നമ്മളെടുത്ത P1 തന്നെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ A1-ൻ്റെയും P1-ൻ്റെയും ഇടയിലുള്ള ഈ ഭാഗമില്ലേ, ഈ ഭാഗത്തിലൂടെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ P1-ൻ്റെയും B1-ൻ്റെയും ഇടയിലൂടെ പാസ് ചെയ്യും. ഏതിലൂടെ പാസ് ചെയ്യുന്നത് നമുക്കറിയില്ല, ആ ലൊക്കേഷൻ കണ്ടെത്തണം. അപ്പോൾ 3 സാധ്യതകൾ പറയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സാധ്യതയെ ഹോൾഡ് ചെയ്യുള്ളൂ. ഒന്നുകിൽ എന്തായിരിക്കാം, A1 മുതൽ P1 വരെയുള്ള ഈ കഷ്ണത്തിലൂടെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തായിരിക്കാം P1 എന്നുള്ള കറക്റ്റ് പോയിന്റിലൂടെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തായിരിക്കാം P1-ൻ്റെയും B1-ൻ്റെയും ഇടയിലൂടെ പാസ് ചെയ്യാം. മനസ്സിലായിട്ടോ? ഇനി സപ്പോസ് P1-ലൂടെ കടന്നു പോകാന്ന് വിചാരിച്ചോളൂ. 3 പോസിബിലിറ്റി വരാം. 3 പോസിബിലിറ്റി ഒന്നിച്ചല്ല, ഇതിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി വരാം. P1-ലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഇപ്പം അതായത് കർവ് ഇങ്ങനെയാണ്, കറക്റ്റ് P1-ലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിയറം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം എന്താ? കാരണം എത്ര ഉള്ളൂ, ഈ P1-നെ പിടിച്ച് നമ്മൾ C എന്ന് പേര് കൊടുത്താൽ മതി. P1-നെ C എന്ന് പേര് കൊടുത്താൽ മതി. കാരണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. നമ്മൾ പറയും എൻ്റെയും ബിൻ്റെയും ഇടയിൽ P1 എന്നൊരു പോയിന്റ് കിട്ടി, അതായത് C എന്നൊരു പോയിന്റ് കിട്ടി. എങ്ങനെ കിട്ടി? F(c) = 0, അല്ലെങ്കിൽ ആ കർവ് സിയിലൂടെ പാസ് ചെയ്യുന്ന തരത്തിൽ ഒരു C കിട്ടി. തിയറം കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയോ? അപ്പോൾ P1-ലൂടെ പാസ് ചെയ്യുന്ന P1-ലൂടെയാണ് കർവ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ P1-നെ പിടിച്ച് C എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ തിയറം കംപ്ലീറ്റ് ആയി. കാരണം നമുക്ക് അത്രേ വേണ്ടുള്ളൂ, എൻ്റെയും ബിൻ്റെ ഇടയിൽ ഒരു C കിട്ടിയാൽ മതി, കർവ് അതിലൂടെ കടന്നു പോകുന്ന തരത്തിൽ ഒരു C കിട്ടിയാൽ മതി. അപ്പോൾ P1-ലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ P1-നെ പിടിച്ച് C എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ അല്ല എങ്കിൽ, അതായത് നമ്മൾ P1-ലൂടെ അല്ല പോണത്, എൻ്റെയും അല്ലെങ്കിൽ A1-ൻ്റെയും P1-ൻ്റെയും ഇടയിലൂടെ ആണെങ്കിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം. അപ്പോൾ ഞാനത് മായ്ക്കാണ്. നമുക്ക് ആ സാധ്യത എടുക്കാം. അതായത് നമ്മളെ കർവ് പോകുന്നത് ഇങ്ങനെയാണ് വിചാരിച്ചോളൂ. തൽക്കാലം ഞാൻ വരയ്ക്കാം. ഇങ്ങനെയാണ് വിചാരിച്ചോളൂ. ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ആദ്യത്തെ കഷ്ണത്തിലൂടെയാണ് പോകുന്നത്. A1-ൻ്റെയും P1-ൻ്റെയും ഇടയിലൂടെയാണ് കർവ് പാസ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ കഷ്ണം മൈൻഡ് ചെയ്യണ്ട. കാരണം നമ്മളെ കർവ് ഇപ്പുറത്ത് കൂടെ അല്ലേ പോണത്, പിന്നെ ആ ഭാഗം നോക്കിയിരുന്നിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ കഷ്ണം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ കഷ്ണം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഇൻ്റർവെൽ ആയിട്ട് എടുക്കാം. എങ്ങനെ എടുക്കാം? ഈ കഷ്ണത്തിനെ A2 B2 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ആക്ച്വലി ആരൊക്കെയാണ് A2? ഈ A1-നെ തന്നെയാണ് A2 എന്ന് വിളിക്കേണ്ടത്. അതേപോലെ P1-നെയാണ് നമ്മൾ B2 എന്ന് വിളിക്കേണ്ടത്. കാരണം എന്താ? നമ്മൾ ഈ കഷ്ണം നോക്കിയാൽ മതി, ഈ ഒരു കഷ്ണം മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? കാരണം P1-ലൂടെ അല്ല, പിന്നെ ഒരു പോസിബിലിറ്റി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കർവ് പോകുന്നതെങ്കിൽ പിന്നെ നമ്മൾ ആ കഷ്ണം മൈൻഡ് ചെയ്യേണ്ട. കാരണം നമ്മൾ കർവ് കടന്നു പോകുന്ന പോയിന്റ് ഇപ്പുറത്താണെങ്കിൽ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതൊരു ഇൻ്റർവെലായിട്ട്, ചെറിയൊരു ഇൻ്റർവെലായിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഇൻ്റർവെലായിട്ട് എടുക്കുമ്പോൾ ഈ ഭാഗത്തിനെ A2 എന്ന് പേര് വിളിക്കുക, ഈ P1-നെ തന്നെ നമ്മൾ B2 എന്ന് പേര് വിളിക്കുക. ഇത് P1 ആണ്, അതിനെ B2 എന്ന് പേര് വിളിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻ്റർവെൽ കിട്ടി, A2 B2 എന്നുള്ള ഇൻ്റർവെൽ കിട്ടി. നമ്മൾ അതിനെ I2 എന്ന് ഡിനോട്ട് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഇൻ്റർവെൽ കിട്ടി, അതിനെ I2 എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, I1 എന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ A1 B1-ന് അകത്താണ് നമുക്ക് കിട്ടിയ I2 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ A2, B2. I1-ന് അകത്താണ് I2. മനസ്സിലായോ? I1-ന് അകത്താണ് I2. ഇത്രയും I1, അതിനകത്താണ് I2. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ I2 കിട്ടി. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം I2-ൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ലെങ്ത് ഇതിനൊപ്പം കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ നല്ലത്. I2-ൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, I2 എന്ന് പറഞ്ഞാൽ A2 B2 ആണെങ്കിൽ I2-ൻ്റെ ലെങ്ത് B2 മൈനസ് A2 നമ്മൾ പറയാറ്. B2 എന്താ? B2 എന്ന് പറഞ്ഞാൽ P1 ആണ്. P1 എന്ന് പറഞ്ഞാൽ എന്താ? A1 പ്ലസ് B1/2 ആണ്. A1 പ്ലസ് B1/2 എന്ന് പറഞ്ഞാൽ എന്താ? A പ്ലസ് B/2 ആണ്. അപ്പോൾ B2 എന്ന് പറഞ്ഞാൽ A പ്ലസ് B/2 എന്നാണ് B2 എന്ന് പറഞ്ഞാൽ. മൈനസ് A2 എന്ന് പറഞ്ഞാൽ എന്താ? A2 എന്ന് പറഞ്ഞാൽ A1 ആണ്. A1-നെ തന്നെ A2 എന്ന് പറയുന്നത്. A1 എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ അവിടെ A നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2-നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ എന്താ വരിക? A പ്ലസ് B മൈനസ് 2A/2 വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ B മൈനസ് A/2, കാരണം A മൈനസ് 2A ഇവിടെ ചെറുതായിട്ട് സോൾവ് ചെയ്താൽ മതി. 2-നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ 2A ആയി മാറും. ഇവിടെ ഒരു A ഉണ്ട്, A മൈനസ് 2A എന്നായി മാറും, അത് മൈനസ് A ആണ്. അപ്പോൾ B മൈനസ് A/2 വരും. B മൈനസ് A/2 വരും. അപ്പോൾ I2-ൻ്റെ ലെങ്ത് ആയി, അതും മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? A2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിനെ നമ്മൾ A2 എന്ന് വിളിക്കുന്നത്. ആ A2-ൻ്റെ ഇമേജ് എന്താ? നെഗറ്റീവ് ആണ്. F ഓഫ് A2 എന്താണ്? നെഗറ്റീവ് ആണ്. F ഓഫ് A2 നെഗറ്റീവ് ആണ്.
നോക്കൂ എഫ് ഓഫ് ബി ടു എന്താ, അതായത് ബി ടു എന്ന് പറഞ്ഞാൽ P1 ആണ്, അതായത് എഫ് ഓഫ് P1 അല്ലെങ്കിൽ എഫ് ഓഫ് ബി ടു, പുതിയ പേര് B2 എന്നാണ്. എഫ് ഓഫ് B2 എന്താ, പോസിറ്റീവ് ആണ്. എഫ് ഓഫ് B2 പോസിറ്റീവ് ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. നമുക്ക് തൽക്കാലം നമ്മൾ ഈ പോസിബിലിറ്റി എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വേണമെങ്കിൽ ഇതുകൂടി പറഞ്ഞുതരാം. അതായത് അപ്പോൾ നമ്മൾ ആദ്യം P1 കടന്നു പോവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോവാം. ഇനി അതല്ല ഇങ്ങനെയാണ് കടന്നു പോകുന്നതെങ്കിൽ, കർവ് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നത് മാത്രം, ഇങ്ങനെയാണ് കടന്നു പോകുന്നതെങ്കിൽ സിമ്പിളായിട്ട് പറയാം, നമ്മൾ ഈ ഏതെങ്കിലും ഒരു സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തിന് എടുത്ത് പോകാൻ വെച്ചിട്ടാണ്. പക്ഷേ ഈ സൈഡിലൂടെയും പോകുമ്പോൾ ആ പോസിബിലിറ്റിയും പറഞ്ഞുതരാം. ഈ സൈഡിലൂടെയാണ് കർവ് പോകുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഈ കഷ്ണം മൈൻഡ് ചെയ്യേണ്ട. മനസ്സിലായോ? ഈ സൈഡിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ കഷ്ണം മൈൻഡ് ചെയ്യേണ്ട, പിന്നെ ഈ കഷ്ണം മാത്രം മൈൻഡ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിനെയാണ് A2 B2 എന്ന് വിളിക്കേണ്ടത്. ഇതിനാണ് അപ്പോൾ A2 B2 നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ A2 ആരായിട്ട് എടുക്കണം? A2 എന്നുള്ളത് P1 ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ B2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളെ കർവ് ഇങ്ങനെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ കഷ്ണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവെൽ മൈൻഡ് ചെയ്യേണ്ട, ബാക്കി ഇൻ്റർവെൽ മാത്രം എടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇതിനാണ് A2 B2 നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ A2 എവിടെയാ? A2 എന്നുള്ളത് നമ്മൾ P1 A2 എന്ന് വിളിക്കണം. ഈ B1 എന്നുള്ളതിനെയാണ് നമ്മൾ അപ്പോൾ B2 എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ഇത് A2 B2. മനസ്സിലായോ? ബാക്കി പറഞ്ഞതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് പറയും? A2 B2 എന്നത് A1 B1 എന്നുള്ള ഇൻ്റർവെല്ലിനകത്താണെന്ന് പറയും. പിന്നെ A2 B2 ലെങ്ത് ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. പിന്നെ നമ്മൾ എഫ് ഓഫ് A2 നെഗറ്റീവ്, എഫ് ഓഫ് B2 പോസിറ്റീവ് എന്നുള്ളത് ഇത് എഴുതി വയ്ക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ സൈഡ് ചിന്തിക്കുക അല്ലേ? ഏതെങ്കിലും ഒരു സൈഡ് ചിന്തിച്ച് അങ്ങനെ പോകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം. മാറി മാറി വരുമ്പോൾ നമുക്ക് തെറ്റല്ല, നമുക്ക് കൺഫ്യൂഷൻ ആവാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതിലൂടെ തന്നെയാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്, ഇൻ്റർവെല്ലിലൂടെ പോകുന്നത്. അപ്പം ഇനി നമ്മൾ ഈ ഭാഗം മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളടുത്ത് A2 B2 ഉണ്ട്. ഞാൻ ഈ കർവ് തൽക്കാലം മാക്കിയാണ്, അങ്ങനെ കടന്നുകൊണ്ട് ഏതൊരു പോയിന്റിലൂടെ കടന്നുകൊണ്ട്. ക്ലിയർ ആണല്ലോ? ഏതൊരു പോയിന്റിലൂടെ ഇവിടെ നിന്ന് പോന്നിട്ട് ഇങ്ങനെ ഏതൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? ഇനി നമ്മൾ ഇതുവരെ ചെയ്ത പ്രോസസ്സ് വീണ്ടും ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളടുത്ത് പുതിയൊരു ഇൻ്റർവെല്ലാണ് A2 B2 എന്നുള്ള ഇൻ്റർവെല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? വീണ്ടും ആ A2 B2 മിഡ് പോയിന്റ് കാണണം. അതായത് ഇവിടെ മാർക്ക് ചെയ്യാം. അതിന് നമ്മൾ പുതിയ പേരാണ് P2. P2 എന്ന് പറഞ്ഞാൽ A2 പ്ലസ് B2 ബൈ 2. മനസ്സിലായോ? ആ I2 അതായത് A2 B2 എന്നുള്ള ഇൻ്റർവെല്ലിൽ മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അതിന് മിഡ് പോയിന്റ് എടുക്കും. അതിന് P2 ഈക്വൽസ് A2 പ്ലസ് B2 ബൈ 2. അങ്ങനെ ചെറുതാക്കി എഴുതുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പോൾ P2 ഈക്വൽസ് A2 പ്ലസ് B2 ബൈ 2. ഈ P2 എന്താ? P2 എന്നത് A2ൻ്റെയും B2ൻ്റെയും A2 B2 ഇതാണ് ഇൻ്റർവെല്ല്, അതിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഈ P2 എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതോടെ കട്ടെ. അങ്ങനെ P2 എന്നുള്ളൊരു പോയിന്റ് നമ്മൾ എടുത്തു അല്ലേ? P2 എന്നുള്ള പോയിന്റ് എടുത്തു. ഇനി നമ്മൾ P2 എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ കുറച്ച് പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് വരിക? P2 എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കർവ് എന്തായാലും A2 B2 ഇടയിലൂടെ പാസ് ചെയ്യണം അല്ലേ? ഒന്നുകിൽ എന്ത് ചെയ്യാം? കറക്റ്റ് P2 പാസ് ചെയ്യാം. ഇതാ ഇങ്ങനെ പാസ് ചെയ്യാം, കറക്റ്റ് P2 പാസ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ A2 മുതൽക്ക് P2 വരെയുള്ള ഈ കഷ്ണത്തിലൂടെ പാസ് ചെയ്യാം. A2 മുതൽ P2 വരെയുള്ള ഈ കഷ്ണത്തിലൂടെ പാസ് ചെയ്യാം. അല്ലെങ്കിലോ P2 മുതൽക്ക് B2 വരെയുള്ള ഈ കഷ്ണത്തിലൂടെ പാസ് ചെയ്യാം. ഇങ്ങനെ 3 പോസിബിലിറ്റിയിൽ ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്താൽ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ P2 തന്നെ കടന്നു പോവുകയാണെങ്കിലോ, P2 കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിയറം കംപ്ലീറ്റ് ആയി. കാരണം എന്താ? നമ്മൾ ആ P2 C എന്ന് വിളിച്ചാൽ മതി. P2 C എന്ന് വിളിച്ചാൽ നമ്മൾ പറയും എൻ്റെയും ബിൻ്റെയും ഇടയിൽ C എന്നുള്ളൊരു പോയിന്റിലൂടെ കർവ് കടന്നു പോയിട്ടുണ്ട്. അതായത് എഫ് ഓഫ് C 0 ആണ് P2 പാസ് ചെയ്തുവെങ്കിൽ. ഇനി P2 അല്ല എങ്കിൽ, അപ്പോൾ P2 പാസ് ചെയ്താൽ തിയറം അവിടെ കംപ്ലീറ്റ് ചെയ്ത് നിർത്താം. P2 അല്ല വിചാരിച്ചോളൂ. P2 അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ വീണ്ടും അടുത്ത പോസിബിലിറ്റി എന്താ? A2 മുതൽക്ക് P2 വരെയുള്ള ഭാഗത്തിലൂടെ ആവാം. ഞാൻ തൽക്കാലം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്, നന്നായി ശ്രദ്ധിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവാം. ഇതെങ്ങനെ വരയ്ക്കുകയാണ്? ചെറിയതായി ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇൻ്റർവെല്ലായി അല്ലേ? ചെറിയൊരു ഇൻ്റർവെല്ലായി. അപ്പോൾ നോക്കൂ, ഈ ഇൻ്റർവെല്ലിന് നമുക്ക് ഇനി പുതിയ പേരൊക്കെ ഇടണം, അതവിടെ കട്ടെ. ഈ ഇൻ്റർവെല്ലിലൂടെ പാസ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെല്ലിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ കഷ്ണം നമ്മൾ ശ്രദ്ധിക്കണോ? പിന്നെ ഈ കഷ്ണം വേണ്ട, നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചായി. പിന്നെ നമ്മൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, അതിനെ മിഡ് പോയിന്റ് എടുത്തു. അപ്പോൾ കർവ് മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യണമെങ്കിൽ തിയറം കംപ്ലീറ്റ് ആണ്. ഇനി അതല്ല ഇപ്പുറത്ത് കൂടെ പാസ് ചെയ്യണമെങ്കിൽ പിന്നെ ഈ കഷ്ണം മൈൻഡ് ചെയ്യേണ്ട, പിന്നെ ഈ കഷ്ണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കഷ്ണത്തിനെ പുതിയൊരു ഇൻ്റർവെല്ലായിട്ട് എടുക്കുക. അതായത് നമ്മളിപ്പോൾ A2 B2 അല്ലേ കൊടുത്ത്, അപ്പോൾ A3 B3 ആരെ കൊടുക്കേണ്ടത്? P2 B3 കൊടുക്കേണ്ടത്, P2 B3 കൊടുക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു ഇൻ്റർവെല്ലായി അല്ലേ? A3 B3 എന്നുള്ള ഇൻ്റർവെല്ലായി. കാരണം എന്താ? അതിലൂടെ എത്ര കർവ് പാസ് ചെയ്യുന്നത്? ഇതിലൂടെയാണ് കർവ് പാസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഈ കഷ്ണം എടുക്കണ്ട, ഈ കഷ്ണം മാത്രം എടുത്താൽ മതി. അപ്പോൾ പുതിയൊരു ഇൻ്റർവെല്ലായി A3 B3 I3 എന്നുള്ള ഇൻ്റർവെല്ലായി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ എഴുതാം, I2 അല്ലേ? I2 എന്ന് പറഞ്ഞാൽ ഇത്ര വരണ്ട്, അതിനകത്താണ് അടുത്തത്. I3 ഈക്വൽസ് A3, B3. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെ എഴുതാം? അതായത് ഈ
നിങ്ങൾക്ക് അറിയാം ഓൾറെഡി A1 B1 എന്ന് പറഞ്ഞാൽ I1 ആണ്, A2 B2 I2 ആണ് നമുക്കറിയാം. അപ്പോൾ I1 I2 എന്ന് മാത്രം എഴുതിയാൽ മതി, നമുക്ക് സ്ഥലം ലാഭിക്കാം അവിടെ. അതായത് I1-നകത്താണ് I2, I2-നകത്താണ് I3 വരെ എത്തി നമ്മൾ, I3 ശരിയല്ലേ. ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കറിയാം. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം ലെങ്ത് ആയിക്കോട്ടെ. I3-ന്റെ ലെങ്ത് ഓഫ് I3 ഈക്വൽസ് I3-ന്റെ ലെങ്ത് എന്താ വരിക? നമുക്കറിയാം A3 B3 ആണ് എൻ പോയിന്റ്സ് എങ്കിൽ I3-ന്റെ ലെങ്ത് B3 മൈനസ് A3 എന്നാണ്. B3 എന്താ? B3 എന്ന് പറഞ്ഞാൽ P2 ആണ് അല്ലേ. B3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാം, സൈഡിൽ എഴുതാം. B3 എന്ന് പറഞ്ഞാൽ P2 ആണ്. P2 എന്ന് പറഞ്ഞാൽ എന്താ? P2 എന്ന് പറഞ്ഞാൽ A2 പ്ലസ് B2/2 ആണ് അല്ലേ. A2 പ്ലസ് B2/2 ആണ് P3 എന്ന് പറഞ്ഞാൽ. ഓക്കെ, A2 എന്താ? ഓരോന്നോരം നോക്കാം. നമുക്ക് എയിലും ബിയിലും എക്സ്പ്രസ് ചെയ്യേണ്ടത്. A2 എന്താ? A2 എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. A2 എന്ന് പറഞ്ഞാൽ A തന്നെയാണ്, മനസ്സിലായതാ? ഇവിടെ A2 A1 ഒക്കെ സെയിം ആണ്. A2 എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. B2 എന്താ? B2 എന്ന് പറഞ്ഞാൽ നമുക്ക് P1 ആണ്, മനസ്സിലായിട്ടോ? ഒരു കൺഫ്യൂഷനും ഇല്ല. B3 എന്താണ് കണ്ടെത്താണ്. B3 എന്ന് പറഞ്ഞാൽ P2-നെയാണ് നമ്മൾ B3 എന്ന് വിളിച്ചത്. P2 എന്ന് പറഞ്ഞാൽ A2 പ്ലസ് B2/2 ആണ്. അത് ഇവിടെ എഴുതി, A2 പ്ലസ് B2/2 എഴുതി. ഇനി അത് A2-ഉം B2 ഒക്കെ എന്താ നോക്കണം. A2 എന്താ നോക്കുമ്പോൾ നോക്കൂ, ഇതാണ് A2 എന്ന് പറഞ്ഞാൽ A-നെ തന്നെ വിളിക്കുന്ന പേരാണ് A2. അപ്പോൾ A2-ന്റെ അവിടെ A എന്ന് എഴുതി. പ്ലസ് B2 എന്താ നോക്കണം. B2 എന്ന് പറഞ്ഞാൽ B2 എന്ന് പറഞ്ഞാൽ നമ്മൾ P1-നെയാണ് B2 എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ B2 എന്ന് പറഞ്ഞാൽ P1 ആണ്. ആ P1 ആണെങ്കിലോ A പ്ലസ് B/2 ആണ്. P1 എന്ന് പറഞ്ഞാൽ A1 പ്ലസ് B1/2, അതെന്ന് പറഞ്ഞാൽ A പ്ലസ് B/2. അപ്പോൾ B2 എന്ന് പറഞ്ഞാൽ P1 ആണ്, P1 എന്ന് പറഞ്ഞാൽ A പ്ലസ് B/2 ആണ്. അപ്പോൾ B2 എന്ന് പറഞ്ഞാൽ A പ്ലസ് B/2 ആണ്. അപ്പോൾ B2-ന്റെ സ്ഥാനത്ത് നമ്മൾ A പ്ലസ് B/2 എന്ന് എഴുതുകയാണ്. ക്ലിയർ ആണോ? അപ്പോൾ B2-ന്റെ സ്ഥലത്ത് നമ്മൾ A പ്ലസ് B/2, ഒരു ബൈ2 ഉണ്ട്, ഇതാ ഈ ബൈ2. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? ഈ 2-നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2A പ്ലസ് A 3A പ്ലസ് B/2, 3A പ്ലസ് B/2, വീണ്ടും ഒരു ബൈ2 ഉണ്ട്, ശരിയല്ല? ഇത് സോൾവ് ചെയ്താൽ 2A പ്ലസ് A 3A പ്ലസ് B/2 എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ 3A പ്ലസ് B/4 എന്ന് വരും. 3A പ്ലസ് B/4 എന്ന് വരും. ക്ലിയർ ആണല്ലോ? നമുക്കത് ഇവിടെ തന്നെ എഴുതാം. ഞാൻ B3-ന്റെ സ്ഥലത്ത് എഴുതുകയാണ്. ഇത് മായ്ച്ചിട്ട് നമ്മുടെ B3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എഴുതുകയാണ്. B3 എന്ന് പറഞ്ഞാൽ 3A പ്ലസ് B/4 എന്നാണ് B3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. B3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? B3 എന്ന് പറഞ്ഞാൽ 3A പ്ലസ് B/4 എന്ന് കിട്ടി, മൈനസ്. ഇനി നമുക്ക് ആരും കൂടി ഉണ്ട്, A3 ഉണ്ട്. A3 എന്ന് പറഞ്ഞാൽ നമുക്ക് A2 ആണ്, A2 എന്ന് പറഞ്ഞാൽ A1 ആണ്, A1 എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ A3 എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. ക്ലിയർ? A3 എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ലെങ്ത് ഓഫ് I3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം B3 മൈനസ് A3 എന്നാണ്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4A വരും, മൈനസ് 4A വരും. 3A മൈനസ് 4A എന്ന് പറഞ്ഞാൽ വെറും മൈനസ് ആണ്, ഒരു B ഉണ്ട് ഇവിടെ. അപ്പോൾ B മൈനസ് A വരും, കാരണം 3A മൈനസ് 4A എന്ന് പറഞ്ഞാൽ A ആണ്, /4 എന്ന് വരും അല്ലേ. ഇതൊക്കെ മായ്ക്കാം, 4 എന്ന് വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് B മൈനസ് A/4 എന്ന് വരും. B മൈനസ് A/4 എന്ന് വരും. B മൈനസ് A/4-നെ നമുക്ക് B മൈനസ് A/2² എന്ന് എഴുതി കൂടെ. B മൈനസ് A/2² എന്ന് എഴുതാം. അപ്പോൾ ഞാനിതൊക്കെ മായ്ച്ചിട്ട് ഇവിടെ അങ്ങനെ എഴുതാൻ കേട്ടോ. അതായത് നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് I3 എന്ന് പറഞ്ഞാൽ B3 മൈനസ് A3 ഈക്വൽസ് B3 മൈനസ് A3 എന്ന് പറഞ്ഞാൽ കിട്ടി B മൈനസ് A/2² എന്ന് കിട്ടി. അപ്പോൾ I3-ന്റെ ലെങ്ത് ആയി. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? ഇതല്ലേ A3 B3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് A3 അല്ലേ, ഈ പോയിന്റാണ് A3. അപ്പോൾ f ഓഫ് A3 നെഗറ്റീവ് ആണ്. നോക്കൂ, f ഓഫ് B3 എന്താ? f ഓഫ് B3 എന്ന് പറഞ്ഞാൽ f ഓഫ് P2 എന്താ? പോസിറ്റീവ്. അപ്പോൾ f ഓഫ് B3 പോസിറ്റീവ് എന്നിട്ട്. ക്ലിയർ? ഇനി നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. ജനറലൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ കഷ്ണത്തിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറയാം. അതായത് ഇങ്ങനെയാവാം, ഇങ്ങനെയും പാസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കഷ്ണത്തിലൂടെയും പാസ് ചെയ്യാം. അത് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഈ കഷ്ണം എടുക്കണ്ട, ഈ കഷ്ണം മാത്രം എടുത്താൽ മതി. ഇതിനെ നമ്മൾ A3 B3 എന്ന് പേര് വിളിക്കും അല്ലേ. A3 B3 എന്ന് പേര് വിളിക്കും. പിന്നെ നമ്മൾ ഇന്ന് A3 B3 എന്നുള്ള I3-ന്റെ ഇന്റർവെല്ലിന്റെ ലെങ്ത് കാണും. ഇത് തന്നെ കിട്ടുക, നമ്മൾ ചെയ്ത് നോക്കിയത് തന്നെ കിട്ടുക. കൂടാതെ നമ്മൾ f ഓഫ് A3 നെഗറ്റീവും f ഓഫ് B3 പോസിറ്റീവും ഒക്കെ എഴുതും. മനസ്സിലായോ? ഇനി അപ്പോൾ നമ്മൾ ഏതായാലും ഈ സൈഡ് കൂടെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ A3 B3. ഇനി നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ മതി, കാരണം ഇനിയിപ്പോൾ ചെയ്തു പോകാനുള്ളൊരു സ്ഥലമല്ലേ ഇവിടെ. ഇനി നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മുടെ അടുത്ത് A3 B3 എന്നുള്ള ഇൻ്റർവെൽ ഉണ്ട് അല്ലേ. A3 B3 എന്നുള്ള ഇൻ്റർവെൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും A3 B3-ന്റെ മിഡ് പോയിന്റ് കാണും.
P3 അല്ലേ A3 B3ൻ്റെ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുക P3 എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ P3 എന്ന് പറഞ്ഞാൽ A3 + B3/2 P3 എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ A3 B3ൻ്റെ മിഡ് പോയിന്റ് P3 എന്നാണ്. നമ്മൾ വീണ്ടും 3 പോസിബിലിറ്റി പറയും. A3 മുതൽ P3 വരെയുള്ള സ്ഥലത്തിലൂടെ കർവ് പാസ് ചെയ്യാം, P3യിലൂടെ കർവ് പാസ് ചെയ്യാം, P3 മുതൽ B3 വരെയുള്ള സ്ഥലത്തിലൂടെ കർവ് പാസ് ചെയ്യാം. ശരിയല്ലേ? P3യിലൂടെയാണ് കർവ് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? P3നെ C എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പറയും C എന്നുള്ളൊരു പോയിന്റ് കിട്ടി അല്ലേ? ഇതങ്ങനെ ഇതാ വീണ്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അതിലൂടെയാണ് P3യിലൂടെയാണ് പാസ് ചെയ്തതെങ്കിൽ നമ്മൾ ആ P3നെ C എന്ന് വിളിച്ചിട്ട് നമുക്ക് എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു C കിട്ടി. എങ്ങനെ കിട്ടി? ഈ കർവ് അതിലൂടെ പാസ് ചെയ്യുന്ന തരത്തിൽ കിട്ടി, അല്ലെങ്കിൽ f(c) = 0 ആവുന്ന തരത്തിൽ കിട്ടി. അപ്പോൾ അവിടെ കംപ്ലീറ്റ് തിയറം കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതല്ല A3യും P3ൻ്റെ ഇടയിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ, ആദ്യത്തെ ഈ രണ്ട് കഷ്ണം ഇതിൻ്റെ ഇടയിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് A4B4 എന്ന് എടുക്കും. A4B4 എന്ന് എടുക്കും. കർവ് ഇതിലൂടെ പാസ് ചെയ്യുന്നെങ്കിൽ A4B4 എന്ന് എടുക്കും. അപ്പോൾ നമ്മൾ പുതിയ ഇൻ്റർവെല്ലായി, അതായത് I3ക്കകത്ത് ആരായി? I4 എന്നുള്ള ഇൻ്റർവെല്ലായി, I4 എന്നുള്ള ഇൻ്റർവെല്ലായി. ശരിയല്ലേ? I4 എന്നുള്ള ഇൻ്റർവെല്ലായി മാറും. കൂടാതെ നമ്മൾ അതിനെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ I4നെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് I4 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ B4 - A4 = ഇതൊരു കോമൺ പാറ്റേണിൽ വരുന്നുണ്ടല്ലോ. നോക്കൂ, ഇവിടെ I1ൻ്റെ ലെങ്ത് B - A ആണ്, I2ൻ്റെ ലെങ്ത് B - A/2. 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2⁻1 എന്ന് എഴുതാം കേട്ടോ. I2ൻ്റെ ലെങ്ത് B - A/2⁻1. അപ്പോൾ I3ൻ്റെ ലെങ്ത് എന്താ? B - A/2. അപ്പോൾ I4ൻ്റെ ലെങ്ത് നമുക്ക് പറയാൻ പറ്റും B - A/2/3 അങ്ങനെ പറയാൻ പറ്റും. അത് നമുക്ക് എന്തായാലും എടുത്ത് എഴുതുമ്പോൾ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ പറയും f(a4) <0 ആയിരിക്കും, f(b4) അങ്ങനെ കിട്ടും. ഇത് നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നമ്മളൊരു കേസിലെത്തുമ്പോൾ എന്ത് പറയും? നമുക്ക് AK BK എന്നുള്ള IKth ഇൻ്റർവെൽ കിട്ടും. IKth ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ PK എന്നെടുക്കും, AK + BK/2 എന്നുള്ള PK എന്നെടുക്കും. അപ്പോൾ വീണ്ടും ഇവിടെ 3 പോസിബിലിറ്റി വരാം. നമ്മുടെ കർവ് PK എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യാം. PK എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം? PK എന്നുള്ളത് C ആയിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെയും ബിൻ്റെ ഇടയിൽ ഒരു C കിട്ടി, f(c) = 0. അല്ലെങ്കിൽ AKൻ്റെയും PKൻ്റെയും ഇടയിലൂടെ പാസ് ചെയ്യാം. അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എടുക്കും? അപ്പോൾ അതിനെ പുതിയൊരു ഇൻ്റർവെലായിട്ട് എടുക്കും, AK+1 BK+1 എന്നുള്ള ഇൻ്റർവെലായിട്ട് എടുക്കും. കൂടാതെ എൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. f(AK+1) നെഗറ്റീവ് ആണ്, f(BK+1) പോസിറ്റീവ് ആണെന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പുറത്തിലൂടെയാണ് പാസ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകും. ഇത് നമുക്കൊരു കൃത്യമായിട്ടൊരു ഫൈനൈറ്റ് എണ്ണം Pകളുള്ളൂ എങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ട് ഏതെങ്കിലും ഒരു Pക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഫൈനൈറ്റ് സ്റ്റെപ്പ് കൊണ്ട് കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? ഏതെങ്കിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്താ പറയുക മിഡ് പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ഏതെങ്കിലും ഒരു PNലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ പ്രോസസ്സ് ഒരു ഫൈനൈറ്റ് എണ്ണം കൊണ്ട് നിൽക്കും. അല്ലെങ്കിൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇനി പറയാം. ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളിനി നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതൊന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ I1-നകത്താണ് I2, I2-നകത്താണ് I3, I3-കകത്താണ് I4, എക്സെട്ര അങ്ങനെ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീക്വൻസ് ഓഫ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് എന്നുള്ളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ? സീക്വൻസ് ഓഫ് നെസ്റ്റഡ് ഇൻ്റർവെൽസ്. ഞാൻ ഇപ്പോൾ ഇവിടെ വരയ്ക്കാൻ വെച്ചോ, നമ്മളെ എക്സ് ആക്സിസ് ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം I1 ആയിരുന്നു, നമുക്ക് I1 ഉണ്ടായിരുന്നു. നമുക്കിതിനെ ഇങ്ങനെ പേര് വിളിക്കാം, A1 B1 എന്ന് പേര് വിളിക്കാം. അത് ആക്ച്വലി എയും ബിയും ആയിരുന്നു. ഇനി അതിനകത്താണ് I2. അതിനകത്താണ് I2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഇങ്ങനെ വരയ്ക്കാം, പിന്നെ ഇങ്ങനെ വരയ്ക്കാം, അങ്ങനെ വരച്ചു പോകേണ്ടത്. ഞാൻ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങനെയല്ല എടുക്കണം, ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം. മറ്റേത് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്ത പ്രകാരം ഇതിനകത്ത് ഇതാണ് I2, അതിനകത്ത് ഇതാണ് I3, അങ്ങനെ ഒരു സൈഡിലേക്ക് പോവുക ചെയ്യണം. കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. അതായത് ഇത് I1, ഇത്രയും വരെയുള്ളത് I1, ഇത് I2, അതായത് A2 B2 എന്ന I2. അടുത്തത് എന്താ? I2-നകത്താണ് I3, A3 B3, ഇങ്ങനെ പോവാണ് അല്ലേ? ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീക്വൻസ് ഓഫ് നെസ്റ്റഡ് ഇൻ്റർവെൽസിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എക്സിസ്റ്റൻസും പഠിച്ചിട്ടുണ്ട്, യൂണീക്ക്നെസ്സും പഠിച്ചിട്ടുണ്ട്. ആദ്യം പഠിച്ചെന്താ? നമ്മളുടെ നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി പ്രകാരം ഇതിലുൾപ്പെട്ട ഓരോ ഇൻ്റർവെല്ലും ക്ലോസ്ഡ് ബൗണ്ടഡ് ആണെങ്കിൽ എല്ലാ ഇൻ്റർവെല്ലിനും വരുന്ന രൂപത്തിൽ ആർ എക്സിസ്റ്റ് ചെയ്യും? ഒരു psi എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. നമ്മളിവിടെ റിയൽ നമ്പറിനെ C എന്ന് ഡിനോട്ട് ചെയ്യണം. മനസ്സിലായോ? ആ റിയൽ നമ്പറിനെ C എന്ന് ഡിനോട്ട് ചെയ്യണം. അതായത് C എന്നുള്ളത് എല്ലാ ഇൻ്റർവെല്ലിലും ഉൾപ്പെടും. C belongs to IN for all n belongs to n. എല്ലാ ഇൻ്റർവെല്ലിലും വരുന്ന രൂപത്തിൽ ഒരു C കാണും. ഇത് എവിടുന്ന് കിട്ടിയതാ?
നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടീൻ്റെ എക്സിസ്റ്റൻസ് പാർട്ട്. എക്സിസ്റ്റൻസ് പാർട്ട് പറയുന്നത് എന്താ? ഇതിലുൾപ്പെട്ട ഇന്റർവൽസ് എല്ലാം ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെലുകളാണെങ്കിൽ, സീക്വൻസ് ഓഫ് നെസ്റ്റഡ് ഇന്റർവൽസിൽ എല്ലാ ഇന്റർവൽസും ക്ലോസ്ഡ് ബൗണ്ടഡ് ആണെങ്കിൽ എല്ലാ ഇന്റർവെലിലും വരുന്ന രൂപത്തിൽ ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. ആ റിയൽ നമ്പറിന്റെ പ്രത്യേകത എന്താ? I1-ലുണ്ട്, I2-ലുണ്ട്, എല്ലാ ഇന്റർവെല്ലിലുണ്ട്. രണ്ടാമത്തെ പാർട്ട് എന്താ പറയുന്നത്? ഇതിന്റെ ലെങ്ത്തുകളുടെ ഇൻഫിമം അല്ലെങ്കിൽ ലെങ്ത്തുകൾ പോണത് 0-ലേക്കാണെങ്കിൽ, 0-ലേക്കാണെങ്കിൽ, ലെങ്ത്തുകളുടെ ഇൻഫിമം 0-ലേക്കാണെങ്കിൽ ഇത്തരത്തിലൊരു C കാണുമെന്ന് പറഞ്ഞില്ലേ, അത് യുണീക്ക് ആയിരിക്കും. ഒരേ ഒരു സിയെ കാണുള്ളൂ. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ലെങ്ത്തുകൾ കുറഞ്ഞു വരുന്നതാണ്. ഈ A1 B1 എന്നുള്ള ലെങ്ത്തും A2 B2 ലെങ്ത്തും അത് കുറഞ്ഞു വരികയാണ്. നമുക്ക് ലെങ്ത്ത് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് എഴുതാം. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നോക്കൂ, ഞാനിത് മാറ്റുന്നുണ്ട്. അതായത് ഇവിടെ തന്നെ എഴുതാം. I1-ൻ്റെ ലെങ്ത്ത് നമ്മൾ ഇതിവിടെ എഴുതാം. C belongs to IN for all n. ഇതിപ്പോൾ നമ്മൾ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി പ്രകാരം കിട്ടിയതാണ്. ലെങ്ത്തുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നോക്കൂ, ലെങ്ത് ഓഫ് I1 എന്താ? I1-ൻ്റെ ലെങ്ത്ത് നമുക്ക് B മൈനസ് എന്ന് കിട്ടി. I1 ലെങ്ത്ത് B മൈനസ് എന്ന് കിട്ടി. ലെങ്ത് ഓഫ് I2 എന്താ? I2-ൻ്റെ ലെങ്ത്ത് B മൈനസ് A ബൈ 2 എന്ന് കിട്ടി. I3-ൻ്റെ ലെങ്ത്ത് എന്ത് കിട്ടി? I3-ൻ്റെ ലെങ്ത്ത് B മൈനസ് A ബൈ 2 സ്ക്വയർ എന്ന് കിട്ടി. ശരിയല്ലേ? I4-ൻ്റെ ലെങ്ത്ത് കൂടി എഴുതാം. I4-ൻ്റെ ലെങ്ത്ത് എന്ത് കിട്ടി? B മൈനസ് A ബൈ 2 ക്യൂബ് എന്ന് കിട്ടി. ശരിയല്ലേ? ഇവിടെ നമുക്ക് B മൈനസ് A ബൈ 2 റേസ് ടു B മൈനസ് A ബൈ 2 റേസ് ടു B മൈനസ് A ബൈ 1 എഴുതാം. വെറും B മൈനസ് A ബൈ 1 എഴുതാം. 1 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 0, ഒരു ജനറലൈസ് ചെയ്യാൻ വേണ്ടി എഴുതണം കേട്ടോ. 2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അങ്ങനെ എഴുതാം. ഇവിടെ I2 ആണെങ്കിൽ 2 റേസ് ടു 1, I3 ആണെങ്കിൽ 2 റേസ് ടു 2, I4 ആണെങ്കിൽ 2 റേസ് ടു 3. ഇങ്ങനെ കുറഞ്ഞാൽ വരണം, ഒന്ന് കുറഞ്ഞിട്ടാണ് വരണം. 1 ആണെങ്കിൽ ഇവിടെ 0, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1. ഒക്കെ എല്ലാറ്റിൻ്റെയും ലെങ്ത് എങ്ങനെയാണ്? അപ്പോൾ ഒരു ജനറലി IN എടുക്കുകയാണ്, അല്ലെങ്കിൽ IK എടുക്കുകയാണ്. IN എടുക്കുകയാണെങ്കിൽ നമ്മൾ B മൈനസ് A ബൈ 2 റേസ് ടു എന്താ എഴുതുക? ഇവിടെ 1 ആണെങ്കിൽ 0, 2 ആണെങ്കിൽ 1, 3 ആണെങ്കിൽ 1 കുറച്ച്, 4 ആണെങ്കിൽ 1 കുറച്ച്, n ആണെങ്കിൽ n മൈനസ് 1. ഇതാണ് IN-ൻ്റെ ലെങ്ത് അല്ലേ? ലെങ്ത് ഓഫ് IN നമുക്ക് ഇവിടെ ജനറലൈസ് ചെയ്ത് എഴുതി വെക്കാം. അതായത് ലെങ്ത് ഓഫ് IN ഈക്വൽസ് BN മൈനസ് AN എന്നാണ് നമ്മൾ വിളിക്കാറ്. അത് നമുക്ക് എന്ത് കിട്ടി? B മൈനസ് A ബൈ 2 റേസ് ടു n മൈനസ് 1 കിട്ടി. 2 റേസ് ടു n മൈനസ് 1. ശരിയല്ലേ? ഏതെന്നോ ആവാട്ടോ, ഫോർ എവരി n, ഫോർ ഓൾ n ബിലോങ്സ് ടു n അല്ലേ? ഈ B മൈനസ് A ബൈ 2 റേസ് ടു എന്ന് പറഞ്ഞാൽ 10 0-ലേക്ക് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നോക്കൂ, നമ്മൾ ഈ B മൈനസ് A ബൈ 2 റേസ് ടു n മൈനസ് 1, B മൈനസ് A ബൈ 2 റേസ് ടു n മൈനസ് 1, അതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. B മൈനസ് A ഇൻറ്റു 1 ബൈ 2 ഓൾ റേസ് ടു n മൈനസ് 1 എന്ന് വിളിക്കാം. 1 ബൈ 2 ഓൾ റേസ് ടു n മൈനസ് 1, 1 ബൈ 2 ഹോൾ റേസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 റേസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 2 റേസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇതാ 2 റേസ് ടു n മൈനസ് 1 B മൈനസ് ചേർത്താൽ ഇത് തന്നെ കിട്ടുക. അതിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഈ ഉള്ളിലുള്ള ആള് 1-ന് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ടെൻഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ, ഇപ്പോൾ x റേസ് ടു n 0-ലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡുലസ് x ലെസ് ദാൻ 1, മോഡുലസ് x ലെസ് ദാൻ 1 എന്നുള്ള റിസൾട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1-ന് താഴെയാണെങ്കിൽ അത് ടെൻഡ് ചെയ്യുന്ന എങ്ങോട്ടാ? 0-ലേക്കാണ്. അപ്പോൾ മോഡുലസ് x ലെസ് ദാൻ 1 ആണെങ്കിൽ x റേസ് ടു n ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അതേപോലെ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം എങ്ങനെയായിരുന്നു? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് B എങ്കിൽ, 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് B എങ്കിൽ തീർച്ചയായിട്ടും B റേസ് ടു n ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ B റേസ് ടു 0-ലേക്ക് ടെൻഡ് ചെയ്യും. ഇവിടെ B എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ B എന്നുള്ളത് 1/2 എടുക്കാം. B എന്നുള്ളത് 1/2 എടുത്താൽ 1/2 റേസ് ടു n, 1/2 റേസ് ടു n 0-ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 1/2 ഓൾ റേസ് ടു n മൈനസ് 1 എങ്ങോട്ട് ടെൻഡ് ചെയ്യും? 0-ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും 1/2 ഓൾ റേസ് ടു n മൈനസ് എന്നുള്ള ഭാഗം 0-ലേക്ക് ടെൻഡ് ചെയ്യണമെങ്കിൽ മൊത്തം B മൈനസ് A ബൈ 1/2 റേസ് ടു n മൈനസ് എന്നുള്ളത് 0-ലേക്ക് ടെൻഡ് ചെയ്യും. അതായത് B മൈനസ് A ബൈ 2 റേസ് ടു n മൈനസ് എന്നുള്ളത് 0-ലേക്ക് ടെൻഡ് ചെയ്യും. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നെസ്റ്റഡ് ഇന്റർവെൽസ് പ്രോപ്പർട്ടി പ്രകാരം എല്ലാ ഇന്റർവെല്ലിലും ഒരു C കാണാം. പിന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കി ഇന്റർവെല്ലുകളുടെ ലെങ്ത് എങ്ങോട്ടാ? 0-ലേക്ക് ടെൻഡ് ചെയ്യുക. 0-ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ C എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. അതായത് ഒരേ ഒരു Cയെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലായി. അത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇതിനെങ്ങനെ ജനറലൈസ് ചെയ്യാം? ഈ പ്രോപ്പർട്ടിനെ എങ്ങനെ ജനറലൈസ് ചെയ്യാം? ഇങ്ങനെ എഴുതാം. f of an ലെസ് ദാൻ 0 ലെസ് ദാൻ f of bn for all n belongs to n എന്ന് ജനറലൈസ് ചെയ്ത് എഴുതാം. കാരണം n-ന് 1 കൊടുക്കുമ്പോൾ എന്താ? n-ന് 1 കൊടുത്താൽ ഈ റിസൾട്ടാണ് കിട്ടുക. n-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ഇതായി മാറും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ സ്ഥലം മുടക്കണ്ട, ഇവിടെ ജനറലായിട്ടാണ് എഴുതി വെച്ചാൽ മതി. f of an ലെസ് ദാൻ 0 ലെസ് ദാൻ f of bn for all n belongs to capital N. For all n belongs to capital N. Clear? Okay. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു. അങ്ങനെ ഒരു C എല്ലാറ്റിലും ഉണ്ട് അല്ലേ?
അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, സി ബിലോങ്സ് ടു ഐ എൻ, സി ബിലോങ്സ് ടു ഐ എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. ദാറ്റ് മീൻസ് സി ബിലോങ്സ് ടു ഐ എൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ എ എൻ കോമ ബി എൻ അല്ലേ, ഫോർ ഓൾ എൻ, എല്ലാ എന്നുകൾക്കും വരുന്ന ഇന്റർവെല്ലുണ്ട്. ഇതിനർത്ഥം എന്താ? ഇതിനർത്ഥം എ എന്നിൻ്റെയും ബി എന്നിൻ്റെയും ഇടയിലാണ് സി എൻ. ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ, ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഇത്രയും മനസ്സിലായോ? ഓക്കെ, നമ്മളിതൊക്കെ ഒന്ന് മായ്ക്കുകയാണ്. ഇത് മതി. ഈ റിസൾട്ട് എടുത്ത് എഴുതാം അല്ലേ. ഇവിടെ എഴുതാം സി ബിലോങ്സ് ടു ഐ എൻ. ഓക്കെ, ഈ റിസൾട്ട് എടുത്ത് എഴുതുമ്പോൾ എ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ബി എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്ന് എഴുതി. ഞാനിവിടെ ഇതിൻ്റെ 3 സൈഡിലും ഇവിടെ എ അല്ല എ എൻ ആട്ടോ. 3 സൈഡിലും എ എൻ സബ്ട്രാക്ട് ചെയ്യാൻ പോകണം. 3 സൈഡിലും എ എൻ കുറയ്ക്കാൻ പോകണം, സബ്ട്രാക്ട് ചെയ്യാൻ പോകണം. എ എന്നിൽ നിന്ന് എ എൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും, ലെസ് ദാൻ ഓർ ഈക്വൽ. സിയിൽ നിന്ന് എ എൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സി മൈനസ് എ എന്ന് വരും, ലെസ് ദാൻ ഓർ ഈക്വൽസ്. ബി എന്നിൽ നിന്ന് എ എൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബി എൻ മൈനസ് എ എന്ന് വരും. ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു സി മൈനസ് എ എൻ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ബി എൻ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഐ എന്നിൻ്റെ ലെങ്ത് ആണ്. അത് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ബി മൈനസ് എ ബൈ 2 റേസ് ടു എൻ മൈനസ് 1 കിട്ടി. ശരിയല്ലേ? ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ, ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. ഞാനിവിടെ ലിമിറ്റ് എടുക്കാൻ പോകണം. അതായത് എന്നിനെ n ടൈംസ് ടു ഇൻഫിനിറ്റി എടുക്കാൻ പോകണം. എന്നിനെ ഇൻഫിനിറ്റിലേക്ക് കൊണ്ടുപോകാൻ പോകണം. നമ്മൾ നേരത്തെ മനസ്സിലാക്കി എന്നിനെ ഇൻഫിനിറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇയാൾ എങ്ങോട്ടാണ് പോവുക? ഇയാൾ 0ലേക്ക് പോകും. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിനെ ഇൻഫിനിറ്റിലേക്ക് എടുക്കുമ്പോൾ ബി മൈനസ് എ ബൈ 2 റേസ് ടു എൻ മൈനസ് 1 കാരണം ഇന്റർവെല്ലിൻ്റെ ലെങ്ത്തുകൾ 0ലേക്ക് പോവുകയാണ്. മനസ്സിലായോ? ഇനി ഇവിടെ ഓൾറെഡി 0 തന്നെയാണ്, ഓൾറെഡി ഇത് 0 തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്യൂസ് തിയറം. സ്ക്യൂസ് തിയറം പ്രകാരം ഈ സൈഡും ഒരു എല്ലിലേക്കാണ്, ഇതും എല്ലിലേക്കാണെങ്കിൽ ഇതും എല്ലിലേക്ക് പോകും, ഒരു ലിമിറ്റിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ ഇത് 0ലേക്ക് തന്നെയാണ്, 0 0 0 എന്നുള്ള സീക്വൻസ് തന്നെയാണ്. ഇത് 0ലേക്ക് തന്നെയാണെങ്കിൽ സ്ക്യൂസ് തിയറം പ്രകാരം ഈ മിഡിലുള്ള സീക്വൻസ് എങ്ങോട്ട് ടെൻഡ് ചെയ്യും? 0ലേക്ക് ടെൻഡ് ചെയ്യും. സ്ക്യൂസ് തിയറം പ്രകാരം അതായത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. സ്ക്യൂസ് തിയറം പ്രകാരം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സി മൈനസ് എ എൻ എന്നത് 0ലേക്ക് ടെൻഡ് ചെയ്യും. സി മൈനസ് എ എൻ 0ലേക്ക് ടെൻഡ് ചെയ്യും എന്ന് പറയുന്ന അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, എ എൻ എങ്ങോട്ട് പോകും? സിയിലേക്ക് പോകും അല്ലേ. എ എനും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0ലേക്ക് പോകുന്നതിന് അർത്ഥം എ എന്നുള്ള സീക്വൻസ് സിയിലേക്ക് പോകും. സി എന്നുള്ളൊരു ഫിക്സഡ് നമ്പറാണ്. അപ്പോൾ എ എന്നിൻ്റെ ലിമിറ്റ് 0 എന്ന് കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? എ എൻ മൈനസ് സി മൈനസ് എ എന്നുള്ള 0ലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ എനും സി എന്നുള്ള അകലം കുറഞ്ഞു വരിക എന്നർത്ഥം. അതായത് എ എൻ സിയിലേക്ക് ടെൻഡ് ചെയ്യും. അതായത് എ എന്നിൻ്റെ ലിമിറ്റ് സി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം ലിമിറ്റ് ഓഫ് എ എൻ ഈക്വൽ സി, അല്ലെങ്കിൽ എ എൻ സിയിലേക്ക് ടെൻഡ് ചെയ്യുന്നു ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ 3 സൈഡിൽ എ എൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് ബി എൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 3 സൈഡിലും ബി എൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 3 സൈഡിലും ബി എൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്താൽ എന്താ വരിക? ഇവിടെ ബി എൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എ എൻ മൈനസ് ബി എൻ വരും, ലെസ് ദാൻ ഓർ ഈക്വൽസ്. ഇവിടെ ബി എൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സി മൈനസ് ബി എൻ വരും. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. ഇതേപോലെ തന്നെ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. 3 സൈഡിൽ നെഗറ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നെഗറ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇനീക്വാലിറ്റി തിരിഞ്ഞു വരും. ഇനീക്വാലിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. ഇനീക്വാലിറ്റി തിരിഞ്ഞു വരും. എന്താ പറയുക? ഇവിടെ നെഗറ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു, ഇവിടെ പിന്നെ 0 തന്നെയാണ്, അങ്ങനെ തന്നെ വരും. ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഞാൻ ഇത് ആദ്യം എടുത്ത് എഴുതുകയാണ്. 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു. ഇത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് എന്താ വരിക? മൈനസ് ഇൻറ്റു സി മൈനസ് സി, മൈനസ് ഇൻറ്റു മൈനസ് ബി എൻ പ്ലസ് ബി എൻ മൈനസ് സി എന്ന് വരും. ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു എ എൻ മൈനസ് ഇൻറ്റു മൈനസ് ബി എൻ പ്ലസ് ബി എൻ, അതായത് ബി എൻ മൈനസ് എ എൻ വരും. ഇത് ഇതേപോലെ തന്നെ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. ക്ലിയർ ആണല്ലോ? വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബി എൻ മൈനസ് എ എന്നിൻ്റെ സ്ഥലത്ത് ബി എൻ മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ബൈ 2 റേസ് ടു എൻ മൈനസ് 1 കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ 3 സൈഡിൽ ലിമിറ്റ് എടുക്കുക, n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എടുക്കുക. നമുക്കറിയാം ഇയാൾ 0ലേക്ക് വരും, ഇയാൾ ഓൾറെഡി 0 ആണ്. അപ്പോൾ സ്ക്യൂസ് തിയറം പ്രകാരം ഇയാളും 0ലേക്ക് വരും. ബി എൻ മൈനസ് സി 0ലേക്ക് വരും. ബി എൻ മൈനസ് സി 0ലേക്ക് വരും എന്ന് പറയുന്നർത്ഥം അതിനർത്ഥം എന്താ? ബി എൻ മൈനസ് സി എന്നത് 0ലേക്ക് ടെൻഡ് ചെയ്യും എന്ന് പറയുന്നർത്ഥം ബി എൻ എങ്ങോട്ട് ടെൻഡ് ചെയ്യും? സിയിലേക്ക് ടെൻഡ് ചെയ്യും അല്ലേ. ബി എന്നും സിയിലേക്ക് ടെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബി എന്നിൻ്റെ ലിമിറ്റും സി ആണ്. നമുക്കത് ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ എന്തൊക്കെ കിട്ടി? ഇവിടെ എ എന്നും സിയിലേക്ക് ടെൻഡ് ചെയ്യും, ബി എന്നും സിയിലേക്ക് ടെൻഡ് ചെയ്യും ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി.
എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, നമ്മൾ പഠിച്ചു സി എന്ന് പറഞ്ഞാൽ ഏതിനകത്താ? സി എന്ന് പറഞ്ഞാൽ എല്ലാ എന്നിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവെൽ വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇൻ്റർവെൽ ഏതാ? A1 B1 അല്ലേ? അതാണ് I1. അതിനകത്ത് A2 B2 ഉണ്ട്, അതിനകത്ത് A3 B3 ഉണ്ട്, എല്ലാത്തിനും സി ഉണ്ട്. സി ഇങ്ങനെ സെൻറ്ററിൽ നിന്നല്ല കേട്ടോ അർത്ഥം, ഞാൻ വരയ്ക്കുമ്പോൾ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം A1 B1 എന്ന് പറയുന്ന പേര് AB തന്നെയാണ്. AB എന്ന് പറഞ്ഞാൽ I, AB എന്ന് പറഞ്ഞാൽ I. അപ്പോൾ സി എന്നുള്ളത് ഐക്കകത്തുണ്ട് അല്ലേ? നമുക്കറിയാം സി എന്നുള്ളത് ഐക്കകത്തുണ്ട്. നോക്കൂ, ഇനിയാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി പറയുന്നത്. നമ്മളെ എഫ് എന്താ? കണ്ടിന്യൂസ് ഓൺ ഐ ആണ്. എഫ് എന്നത് ഐക്കകത്ത് കണ്ടിന്യൂസ് ആണ്. ഐയിൽ കണ്ടിന്യൂസ് എന്ന് പറയുന്ന അർത്ഥം എന്താ? ഐയിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് നടത്തും അല്ലേ? ഒരു ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് പറഞ്ഞാൽ ആ ഇന്റർവെല്ലിൽ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആവണം. ഈ ഇന്റർവെല്ലിനകത്തെ പോയിന്റ് ആണല്ലോ സി. അപ്പോൾ സിയിലും ഫംഗ്ഷൻ എന്താ? കണ്ടിന്യൂസ്. മനസ്സിലായോ? സിയിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എഫ് ഈസ് കണ്ടിന്യൂസ് അല്ലേ? എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. സിയിലും കണ്ടിന്യൂസ് ആണ്. സിയിൽ കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താ? സിയിൽ കണ്ടിന്യൂസ് ആകുമ്പോൾ ഏത് സീക്വൻസ് ആണോ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നത് അതിൻ്റെ ഇമാജ് സീക്വൻസ് എഫ് ഓ സിയിലേക്ക് കൺവേർജ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് സിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത് പ്രകാരം എ എന്ന സീക്വൻസ് സിയിലേക്ക് ടെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഫംഗ്ഷൻ സിയിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് എ എൻ എന്ന സീക്വൻസ് എങ്ങോട്ട് ടെൻഡ് ചെയ്യും? എഫ് ഓ സിയിലേക്ക് ടെൻഡ് ചെയ്യും. ഇതേപോലെ ബി എൻ എന്ന സീക്വൻസ് സിയിലേക്ക് ടെൻഡ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എഫ് ഓഫ് ബി എൻ എങ്ങോട്ട് ടെൻഡ് ചെയ്യും? എഫ് ഓ സിയിലേക്ക് ടെൻഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് സീക്വൻസുകൾ. നെഗറ്റീവ് സീക്വൻസ് എന്ന സീക്വൻസിൽ എല്ലാ ടേമുകളും നെഗറ്റീവ് ആണെങ്കിൽ ആ സീക്വൻസിൽ നെഗറ്റീവ് സീക്വൻസ്. നെഗറ്റീവ് സീക്വൻസിന്റെ ലിമിറ്റ് എന്തായിരിക്കാം? ലിമിറ്റ് ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ 0 ആയിരിക്കാം. മനസ്സിലായോ? സീക്വൻസിൽ എല്ലാ ടേമുകളും നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ 0 ആയിരിക്കാം. ഇനി പോസിറ്റീവ് ആണെങ്കിലോ? ഒരു സീക്വൻസിൽ എല്ലാ ടേമും പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിമിറ്റ് ഒരു പക്ഷേ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ 0 ആയിരിക്കാം. അതായത് പോസിറ്റീവ് സീക്വൻസിന്റെ ലിമിറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, പോസിറ്റീവ് ആവുക അല്ലെങ്കിൽ 0യും ആവാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എഫ് ഓഫ് എൻ എല്ലാം നെഗറ്റീവ് ആണ്. എല്ലാ എഫ് ഓഫ് എനും നെഗറ്റീവ് ആണ്. ശരിയല്ലേ? എല്ലാ എഫ് ഓഫ് എനും നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലിമിറ്റായി വരുന്ന എഫ് ഓ സിന്റെ അവസ്ഥ എന്താ? എഫ് ഓ സി എന്നത് ഒന്നുകിൽ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ ഇസിക്കൽ ടു 0 ആവാം. ശരിയല്ലേ? നെഗറ്റീവ് സീക്വൻസിന്റെ ലിമിറ്റ് നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ 0 ആവാം. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ എഫ് ഓഫ് എനും നെഗറ്റീവ് ആയതുകൊണ്ട് 0ക്ക് താഴെ ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റ് ആയിട്ടുള്ള എഫ് ഓ സി ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ അതിന് താഴെ ആവാം. അതേപോലെ തന്നെ ബി എന്നുകളെല്ലാം പോസിറ്റീവ് ആണ്. എല്ലാ ബി എന്നുകളും പോസിറ്റീവ് ആണെങ്കിൽ ആ ബി എന്നിന്റെ ലിമിറ്റായ എഫ് ഓ സി എന്തായിരിക്കാം? അത് ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കാം. ക്ലിയർ ആയോ? എഫ് ഓഫ് ബി എന്നുകളെല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന്റെ ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കാം അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കാം. ഇവിടെ എന്താ കിട്ടി? എഫ് ഓ സി എന്നുള്ളത് 0യോ 0ക്ക് താഴെയുമാണ്, 0യോ 0ക്ക് മുകളിലുമാണ്. ഇത് രണ്ടും ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഹോൾഡ് ചെയ്യുന്ന എഫ് ഓ സി എന്തായിരിക്കണം? ഷുവർ ആയിട്ട് പറയാൻ പറ്റും എഫ് ഓ സി ഇസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഈ സി എവിടെയാ? ഐ ആണ്. എൻ്റെയും ബിൻ്റെ ഇടയിലാണ് സി എന്ന് പറഞ്ഞത് അല്ലേ? എൻ്റെയും ബിൻ്റെ ഇടയിൽ നമുക്കൊരു സി കിട്ടി. എങ്ങനെ കിട്ടി? എഫ് ഓ സി ഇസ് ഈക്വൽ ടു 0 എന്ന തരത്തിൽ. അത് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് ഐ എന്നുള്ളത് ക്ലോസ്ഡ് ഇന്റർവൽ എ കമ ബി ആണ്. എഫ് എന്നുള്ളത് ഐയിൽ കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെങ്കിൽ then there exists a number c lies between a and b. a and b ന്റെ ഇടയിൽ ഒരു c exists such that f of c is equal to 0. മനസ്സിലായോ? f of c 0 എന്ന തരത്തിൽ ഒരു c കിട്ടും. ഇനി ഈ കേസ് തന്നെ ഇത് എടുത്തിട്ടും പ്രൂവ് ചെയ്ത് പോവാം. f of a greater than 0 greater than f of b വെച്ചിട്ടും നമുക്ക് തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും തിയറം മനസ്സിലായെന്ന് വിചാരിക്കണം. താങ്ക് യു.